ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കേരളത്തെ ഞെട്ടിക്കുന്നതും ഒരേ സമയം പിണറായി സർക്കാരിന്റെ കള്ളക്കളികൾ വ്യക്തമാക്കുന്ന നിർണായക വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കട്ടിള പാളികളിലെ സ്വർണം കട്ടെങ്കിലും പാളികൾ ആകെ മാറ്റിയിട്ടില്ലെന്ന VSSC ശാസ്ത്രജ്ഞന്മാരുടെ ഞെട്ടിപ്പിക്കുന്ന മൊഴിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് കട്ടിളം മാറ്റി മറ്റൊന്ന് സ്ഥാപിച്ചുവെന്ന കപൂർ മോഡൽ കൊള്ള എന്ന വാദം പൂർണ്ണമായും ഇവിടെ തകർന്നു വീഴുകയാണ്. എന്നാൽ ഇതോടൊപ്പം പുറത്തു വരുന്ന സത്യം അതിലും ഗുരുതരമാണ്. ചെമ്പ് പാളികൾ ഒറിജിനൽ തന്നെ ആയിരിക്കുമ്പോഴും അവയിൽ പൊതിഞ്ഞിരുന്ന അമൂല്യമായ സ്വർണത്തിന്റെ അളവിൽ വൻതോതിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. അതെ, മെർക്കുറി ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ സ്വർണം രാസപ്രക്രിയയിലൂടെ വിദഗ്ധമായി വേർതിരിച്ചെടുത്തുവെന്ന നിഗമനത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. ഇതോടെ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നത് വീണ്ടും കൃത്യമായി തെളിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പകൽ പോലെ വ്യക്തമായ മറ്റൊരു കാര്യം എന്താണെന്നാൽ ഇത് ഒരു രാത്രി നടന്ന മോഷണമല്ല, ഒരു വ്യക്തിയുടെ താൽക്കാലിക കവർച്ചയുമല്ല, മറിച്ച് വർഷങ്ങളോളം ദേവസ്വം ഭരണത്തിന്റെയും സർക്കാരിന്റെയും സഖാക്കളുടെയും കീഴിൽ ആരും ചോദ്യം ചെയ്യാതെ നടന്നുപോയ ഒരു ആസൂത്രിത സ്വർണ്ണ കൊള്ളയാണ്. കട്ടിളം പഴയത് തന്നെ ആയിരുന്നുവെങ്കിലും അതിലെ സ്വർണം കവർന്നുവെന്ന യാഥാർത്ഥ്യം ഈ കേസിനെ വെറും ക്രിമിനൽ അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തെടുത്ത ഒരു ഭരണ പരാജയത്തിന്റെ ശക്തമായ പ്രതീകമാക്കി മാറ്റുകയാണ്. ഭക്തിയുടെ പേരിൽ സമർപ്പിച്ച സ്വർണം സുരക്ഷിതമാണെന്ന വിശ്വാസം കോടിക്കണക്കിന് ആളുകൾക്കുണ്ടായിരിക്കെ ആ വിശ്വാസം സംവിധാനപരമായ അനാസ്ഥയുടെയും മൗനത്തിന്റെയും നടുവിൽ ചോർന്നു പോയി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഭീകര സത്യം. ഇത്രയും വലിയൊരു കവർച്ച എങ്ങനെ ശ്രദ്ധയിൽപ്പെടാതെ നടന്നു? അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടും എന്തുകൊണ്ട് തടയപ്പെട്ടില്ല? ആരെല്ലാം ഇതറിഞ്ഞിരുന്നു? ആരെല്ലാം കണ്ണടച്ചു നിന്നു എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ശക്തമായി പുറത്തു വരുന്നത്. നമുക്കൊരു കാര്യം വ്യക്തമായി അറിയാം, ഇതിൽ പിണറായി വിജയന്റെ കൈകൾ ഉണ്ട്. സർക്കാരിലെ പൂർണ്ണമായ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു മേൽനോട്ടമില്ലാതെ ഇത്തരത്തിലൊരു കൊള്ള നടക്കില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ള ഇനി സംശയങ്ങളുടെ കഥയല്ല. ശാസ്ത്രീയ പരിശോധനകളും വിദഗ്ധ മൊഴികളും സ്ഥിരീകരിച്ച കേരളത്തിന്റെ പൊതുജന മനസാക്ഷിയെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കേസ് എത്തി നിൽക്കുന്നത് ഒരു സാധാരണ നിയമ പോരാട്ടത്തിന്റെ വഴിത്തിരിവിലല്ല, മറിച്ച് ഭരണ സംവിധാനങ്ങളുടെ വിശ്വാസ്യത തന്നെ അളക്കപ്പെടുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ്. പാളികൾ മാറ്റൂ എന്ന ചോദ്യത്തിൽ നിന്ന് അന്വേഷണം മാറി പാളികൾ അതേപടി നിലനിൽക്കെ സ്വർണം എങ്ങനെ കവർന്നുവെന്ന ചോദ്യം മുന്നിൽ വരുമ്പോൾ അന്വേഷണത്തിന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. ഇതൊരു സാങ്കേതിക കുറ്റകൃത്യമാണ്. അതിന് സാങ്കേതിക അറിവ് വേണം, മുൻകൂട്ടി ആസൂത്രണം വേണം, അതിലുപരി പരിശോധനകളെയും മേൽനോട്ടങ്ങളെയും മറികടക്കാനുള്ള അവസരവും സംരക്ഷണവും വേണം. ഇതൊന്നും ഒറ്റയാളുടെ തലത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. ഇവിടെയാണ് ദേവസ്വം ഭരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റവും കനത്ത രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ശബരിമല പോലുള്ള അതീവ സുരക്ഷയും നിരന്തര മേൽനോട്ടവും ആവശ്യമായ ദേവസ്ഥാനത്ത് വർഷങ്ങളോളം സ്വർണത്തിന്റെ അളവിൽ വൻതോതിൽ കുറവ് സംഭവിച്ചിട്ടും അത് കണ്ടെത്തപ്പെടാതെ പോയത് എങ്ങനെ എന്ന ഒഴിവാക്കപ്പെടാനാവാത്ത ചോദ്യം. ഇത് വെറും അശ്രദ്ധയാണെങ്കിൽ അത് ഗുരുതരമായ അശേഷതയാണ്. അറിഞ്ഞിട്ടും അവഗണിച്ചതാണെങ്കിൽ അത് കുറ്റകരമായ അനാസ്ഥയാണ്. രണ്ടായാലും ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. സർക്കാർ മേൽനോട്ടത്തിന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ദേവസ്വം സ്ഥാപനങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലുള്ളതാകുമ്പോൾ ഇത്രയും വലിയ മൂല്യമുള്ള സ്വത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ സമയബന്ധിതമായി ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം കൂടുതൽ ശക്തമാകുന്നു. അന്വേഷണങ്ങൾ വൈകുകയും നിർണായക വിവരങ്ങൾ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് പുറത്തു വരികയും ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം ഭരണകൂടത്തിന്റെ പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയെ തന്നെ സംശയത്തിന്റെ നിഴലിലാക്കുകയാണ്. ഈ കേസിന്റെ മറ്റൊരു ഗുരുതര വശം കള്ളപ്പണ ഇടപാടുകളിലേക്കുള്ള സാധ്യതകളാണ്. സ്വർണത്തിന്റെ അളവിലുണ്ടായ കുറവ് ചെറിയ സാമ്പത്തിക ഇടപാടുകളുടെ ഒരു സൂചനയല്ല, അത് വലിയ ശൃംഖലകളിലേക്കും വലിയ ലാഭങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധ ഈ കേസിലേക്ക് തിരിയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ വീണ്ടും ഉയർന്ന ചോദ്യം അത് തന്നെയാണ്. ഇത്രയും വർഷങ്ങൾക്കിപ്പുറം മാത്രമാണോ ഈ നീക്കങ്ങൾ ഉണ്ടാകേണ്ടത്? ശാസ്ത്രീയ തെളിവുകൾ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിലോ? ഈ കേസ്
വീണ്ടും മൗനത്തിന്റെ മറവിൽ അടച്ചുപൂട്ടപ്പെടുമായിരുന്നില്ലേ? അതെ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു ക്രിമിനൽ കേസിനേക്കാൾ വളരെ വലുതാണ് എന്ന സത്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് വിശ്വാസത്തിന്റെ സുരക്ഷയെ കുറിച്ചുള്ള ചോദ്യമാണ്. ഭക്തരുടെ സമർപ്പണങ്ങൾ എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു എന്ന ചോദ്യമാണ്. ദേവസ്വം സംവിധാനങ്ങളും സർക്കാരുകളും എത്രത്തോളം ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ ഈ കേസിന് ഒരു അന്തിമ വരയിടാൻ കഴിയില്ല. ഇനി ആവശ്യം അർദ്ധസത്യങ്ങളല്ല, ആശ്വാസ നിഗമനങ്ങളുമല്ല, സൗകര്യപ്രദമായ കുറ്റാരോപണങ്ങളുമല്ല, ശാസ്ത്രീയ തെളിവുകൾ ഉയർത്തിക്കാട്ടുന്ന യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കി രാഷ്ട്രീയമോ ഭരണപരമായോ ഇടപെടലുകളില്ലാത്ത പൂർണ്ണമായ അന്വേഷണമാണ്. കുറ്റക്കാർ ആരായാലും അവർ നിയമത്തിന് മുന്നിൽ വരണം. അതുണ്ടാകാതെ പോയാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരളത്തിൽ വിശ്വാസവും ഭരണവും ഒരുമിച്ച് പരാജയപ്പെട്ടതിന്റെ, ഒരുമിച്ച് കൂട്ടുനിന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അതായിരിക്കും ഈ കേസിന്റെ ഏറ്റവും ഭീകരമായ വിധി.